അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി. ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത വിശ്വാസം, തഖ്വ, ഇതെല്ലാം നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു പുനഃപരിശോധന ആവശ്യമാണ്. ധാരാളം നന്മകൾ നമുക്ക് റമദാനിൽ ശീലമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ശീലങ്ങൾ ഇപ്പോഴും നമ്മൾ തുടർന്ന് പോരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പല തിന്മകളും ബോധപൂർവം ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ തിന്മകൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വരുന്നുണ്ടോ എന്നുള്ള ഒരു ആലോചന അനിവാര്യമാണ്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ പരിശുദ്ധ റമദാനിൽ ആ തിന്മകളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചു എന്നുള്ളത്. തുടക്കമല്ല പ്രധാനം, ഒടുക്കവും നന്നാക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഊർജം, അത് തുടർത്തിക്കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഖബർ വരെ അല്ലെങ്കിൽ മരണം വരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആ ഉറപ്പായ മരണം വന്നെത്തുന്നതുവരെ നീ നിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുക, നിൻ്റെ റബ്ബിനെ നീ ആരാധിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം മരണം വരെ ഈമാൻ നിലനിൽക്കേണ്ടതുണ്ട്. ആ ഈമാൻ നിലനിൽക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ റമദാനിൽ ചെയ്ത ആ പ്രവർത്തനങ്ങൾ വളരെ ഊർജത്തോടെ, വളരെ ആവേശത്തോടെ നമ്മൾ ചെയ്ത ആ പ്രവർത്തനങ്ങൾ അത് നമുക്ക് നിലനിർത്താൻ അല്ലെങ്കിൽ തുടർത്തി കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എത്ര കുറച്ചാണെങ്കിലും അത് തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വ ഇൻ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണെങ്കിലും അത് തുടർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, വകാനത്ത് ആയിഷത്തു ഇദാ അമിലത്തിൽ അമല ലസിമത്തുഹു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു നന്മ ചെയ്താൽ, ഒരു നന്മ പ്രവർത്തിച്ചാൽ അത് പതിവാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മിൽ എല്ലാവരിലും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് പ്രവർത്തനങ്ങൾ പതിവാക്കുക എന്നുള്ളത്. പല കാര്യങ്ങളും ചെയ്യാൻ ഇനി അടുത്ത റമദാനിനെ കാത്തിരിക്കേണ്ടതില്ല. ഒരു റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഖുർആൻ പാരായണവും അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാം തിരിച്ചു വരുന്നത് അടുത്ത ഒരു റമദാനിലാകണമെന്നില്ല. നമുക്ക് ഇപ്പോൾ തന്നെ അത് തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റമദാനിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിർബന്ധമായും തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളുടെ ശ്രദ്ധ. റമദാനിൽ നമ്മളെല്ലാ നമസ്കാരങ്ങളിലും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഇപ്പോഴും ആ ഒരു ശ്രദ്ധയും ഗൗരവവും നമുക്കുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. സാധാരണ ഒറ്റക്കുള്ള നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ് ജമാഅത്ത് നമസ്കാരം എന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അത് നമ്മൾ പതിവാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാത്രി നമസ്കാരം. റമദാനിൽ എല്ലാവരും വളരെ ആവേശത്തോടെ പള്ളിയിൽ പോയി തറാവീഹ് നമസ്കരിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കുക, കുറച്ചെങ്കിലും ഈ റമദാനിന് ശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. രാത്രി നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ റമദാനിൽ നമസ്കരിച്ച് പരിശീലിച്ചതുമാണ്. ഒറ്റയായി 1 3 ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണം.
പലരും മത്സരിച്ച് 3-4 പ്രാവശ്യമൊക്കെ ഖുർആൻ പലപ്പോഴും പൂർത്തിയാക്കിയിട്ടുണ്ട് റമദാനിൽ. നമുക്ക് ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഖുർആൻ പാരായണം നമ്മിലുണ്ടോ, ആ റമദാനിൽ ഉണ്ടായിരുന്ന ആ ആവേശവും അതേപോലെ തന്നെ മത്സരബുദ്ധിയും ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യാനുള്ള ആ ആവേശവുമൊക്കെ ഇപ്പോഴും നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ സ്വതക്ക, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന പോരായ്മകളെ, തിന്മകളെ കരിച്ചു കളയുന്ന സ്വതക്ക. വെള്ളം തീയിനെ എങ്ങനെ അണക്കുമോ അതുപോലെ നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന ഒന്നാണ് സ്വതക്ക എന്നുള്ളത്. റമദാനിൽ നമ്മൾ കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു. ഇനിയും ആ ദാനധർമ്മങ്ങൾ തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുന്നത്തു നോമ്പുകൾ, തിങ്കളും വ്യാഴവും, അതേപോലെ തന്നെ അയ്യാമുൽ ബീദ് മാസത്തിലെ 3 നോമ്പുകൾ തുടങ്ങി സുന്നത്തു നോമ്പുകൾ എടുത്ത് പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പതിവാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സുന്നത്തു നോമ്പുകളും അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളുമൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ വിശ്വാസപരമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അകലം പാലിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉത്ബോധനങ്ങളും മറ്റും ലഭിക്കുന്ന ക്ലാസുകളും അതേപോലെ തന്നെ നമുക്കിന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ദീൻ പഠിക്കാനുള്ള, മതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അവയെല്ലാം ബോധപൂർവം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഈമാനിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അകലം പാലിച്ചാൽ, നന്മകളിൽ നിന്ന് അകലം പാലിച്ചാൽ എവിടെ എത്തുമെന്നുള്ളത് പൂർവികരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ വേദക്കാർ അവർ നന്മകളിൽ നിന്ന് അകലം പാലിച്ചപ്പോൾ അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർ അങ്ങനെ കാലം ദീർഘിച്ചു പോവുകയും അങ്ങനെ അവർ തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. അങ്ങനെ അവരെന്തായി മാറി? വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ദുർമാർഗികളായി തീർന്നു എന്നുള്ളതാണ്. അവർ നന്മകളിൽ നിന്ന് അകന്നപ്പോൾ അവരുടെ ഹൃദയം കടുത്തു പോവുകയും അതേപോലെ തന്നെ അവർ ദുർമാർഗികളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ വേദക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എപ്പോഴും പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ നൽകുന്നവരായിരിക്കണം. അത് നമ്മുടെ ഈമാനികമായ ഉയർച്ചക്കും അത് നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുന്നതിനുമൊക്കെ കാരണമാകുമെന്നുള്ളതാണ്. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. സഹോദരന്മാരെ, ഉപദേശങ്ങൾ നമുക്ക് നമ്മുടെ ഈമാനിൽ വർധനവ് വരുത്താനും നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്താനുമൊക്കെ ഉതകുന്നതാകും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതും. ഇനി ഓരോ വ്യക്തിക്കും കുടുംബസമേതവും അതേപോലെ തന്നെ അല്ലാതെയുമൊക്കെ ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നൊരുപാടുണ്ട്. അവയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ സദാസമയം ദീൻ പഠിക്കുന്ന ആളുകളായി മാറാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നന്മയുടെ അവസരങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തത് എന്നുള്ള നിലക്ക് ഐച്ഛിക കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ, നമ്മുടെ ജോലി തിരക്കുകൾ അവസാനിച്ചാൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ദീൻ പഠിക്കാനും അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിനും ദിക്റുകൾക്കുമൊക്കെയായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പാലിച്ചു പോന്നാൽ, നമ്മുടെ ഈമാൻ ദുർബലമാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോന്നാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി തീരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാവുക? ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വസിച്ച ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ
കിടുകിടാവിറക്കും. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാവിറക്കും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അവരോട് പറഞ്ഞാൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ അധികരിക്കും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണ്. അതേപോലെ തന്നെ അവരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നമസ്കാരം നിലനിർത്തുകയും അതേപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ട റിസ്ഖുകളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ പറയുന്നുണ്ട് അവരെക്കുറിച്ച്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, ശരിയായ വിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉയർന്ന പദവികളും അതേപോലെ തന്നെ പാപമോചനവും മാന്യമായ ഉപജീവനവും അവർക്കുണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈമാൻ നിലനിർത്താൻ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും അനിവാര്യമാണ്. പ്രവർത്തനങ്ങൾ മാത്രം പോരാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതിന് മാതൃകയാണ്. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അവർ ചെയ്ത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ച ഒരു കാര്യം അത് സ്വീകരിക്കാനും അത് തുടർത്തിക്കൊണ്ടുപോകുവാനും ആ ഒരു ഇസ്തിഖാമത്ത്, ആ ഒരു യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള തൗഫീഖിനു വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അറിവിൽ അടിയുറച്ച ആളുകളുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവരുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്, സന്മാർഗ്ഗം ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അല്ലാഹുവേ ആ സന്മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ വഴി തെറ്റിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പതിവായ പ്രാർത്ഥന, അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും പ്രാർത്ഥിക്കുക. അല്ലാഹു യഥാർത്ഥ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തട്ടെ. തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നുമൊക്കെ അകന്ന് യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.